തൊടുപുഴയിൽ മത തീവ്രവാദികളുടെ ആക്രമണത്തിനിരയായ ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനാ നേതാക്കൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. അടുത്തിടെയാണ് ലോകത്തെ പ്രമുഖ ഭീകര സംഘടനയായ ഹമാസ് നേതാവിന്റെ ചിത്രം കേരളത്തിൽ ഒരിടത്ത് ആണപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ട് നടന്നത്. കുറച്ചു കാലം മുമ്പാണ് മറ്റൊരു ഹമാസ് നേതാവിനെ പൊതുസമ്മേളനത്തിൽ ക്ഷണിച്ചു വരുത്തി പ്രസംഗിപ്പിച്ചത്. ചാനൽ ചർച്ചയിലെ പരിചിത മുഖമായ മറ്റൊരു മുസ്ലിം സംഘടനാ നേതാവും ഡോക്ടറുമായ ഒരാൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ ചെന്ന് അങ്ങേയറ്റം വിദ്വേഷപൂർണമായ പ്രസംഗവും നടത്തി. പല കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വന്നിട്ടും ഇത്തരം സംഭവങ്ങൾക്കെതിരെ അതിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമത്തിന്റെ ചെറുവിരൽ പോലും അനക്കാത്തവരാണ് PC ജോർജിനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം സമൂഹം ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് ആരും മറക്കരുത്. ആരുടെയും മുഖം നോക്കാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതാണ് PC ജോർജിനെ പലരുടെയും നോട്ടപ്പുള്ളിയാക്കുന്നത്. പല രാഷ്ട്രീയ നേതാക്കളും പഞ്ചപുച്ഛമടക്കി അനീതികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മടിക്കാത്തയാളാണ് PC ജോർജ്. ഇങ്ങനെയുള്ള ഒരു നേതാവ് BJPയിൽ എത്തിയതിൽ പലർക്കും അമർഷവുമുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന CPM-നെയും ഇടതുമുന്നണിയെയും പ്രതിപക്ഷമായ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും അതിനിശിതമായി വിമർശിക്കുന്ന നേതാവാണ് PC ജോർജ്. CPM-ന്റെയും കോൺഗ്രസിന്റെയും മതപ്രീണന നടപടികളെയും മത തീവ്രവാദത്തിന് കുടപിടിക്കുന്ന സമീപനത്തെയും തുറന്നെതിർക്കാൻ മടി കാണിക്കാത്ത നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ ഒത്തുകളിക്കോ താൻ തയ്യാറല്ലെന്ന് പലപ്പോഴും പ്രസ്താവിച്ചിട്ടുള്ളയാളുമാണ് ഇദ്ദേഹം. ഇതൊക്കെയാണ് ജോർജിനെ ഇസ്ലാമിക മത തീവ്രവാദികളുടെ കണ്ണിലെ കരടാക്കിയിരിക്കുന്നത്. ഇവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ജോർജിനെ കേസിൽ കുടുക്കി വേട്ടയാടുന്നത്. PC ജോർജ് നടത്തിയ പ്രസ്താവന പ്രകോപനപരമാണെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് വിദ്വേഷപൂർണമായ പ്രസ്താവനകൾ നടത്തിയ ഇസ്ലാമിക മത പണ്ഡിതരും നേതാക്കളും വിഹരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഇതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് മതവിദ്വേഷത്തിന് വളം വയ്ക്കുന്ന സർക്കാരാണ് PC ജോർജിനെ കേസിൽ കുടുക്കി നിശബ്ദനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലും ഡൽഹിയിലും വർഗീയ കലാപങ്ങൾ കുത്തിപ്പൊക്കാൻ ശ്രമിച്ച ഒരു മത തീവ്രവാദിയെ മാധ്യമപ്രവർത്തകന്റെ മേലങ്കി അണിയിച്ച് സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നാട്ടിലാണ് ഇതിനൊക്കെതിരെ പ്രതിഷേധിക്കുന്ന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ആസൂത്രിതമായി ഒതുക്കാൻ ശ്രമം നടക്കുന്നത്. സനാതനധർമ്മം പ്ലേഗിനെ പോലെയും കോവിഡിനെ പോലെയും മഹാമാരിയാണെന്നും അത് തുടച്ചു നീക്കണമെന്നും പരസ്യമായി പ്രസംഗിച്ച തമിഴ്നാട്ടിലെ യുവ നേതാവും മന്ത്രിയുമായ വ്യക്തിയെ കേരളത്തിൽ ആനയിച്ച് കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നവരാണ് PC ജോർജിനെ നിയമവിരുദ്ധനും കുറ്റക്കാരനുമായി മുദ്ര കുത്തുന്നത്. ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പ കേരളീയ സമൂഹത്തെ നാശത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.